മലയാള സിനിമാ മേഖലയെ അടിമുടി ഉലച്ച ഒരു വിഷയമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. മലയാള ചലച്ചിത്ര മേഖലയിലെ വനിതകൾ നേരിടുന്ന ശാരീരികവും മാനസികവുപരമായ ബുദ്ധിമുട്ടുകളെ ചൂണ്ടിക്കാട്ടുന്ന ഒരു റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി പലരുടെയും നേർക്ക് ചോദ്യങ്ങൾ ഉയരുകയാണ്. സ്വാഭാവികമായും മലയാള സിനിമയിലെ സിനിമാ നടന്മാർക്കെതിരെയും സംവിധായകന്മാർക്കെതിരെയും നിർമ്മാതാക്കൾക്കെതിരെയും എന്തിനേറെ സിനിമയിൽ സജീവമായി പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കെതിരെയും ചൂണ്ടുന്ന ഒരു വിരലായി മാറിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സ്വാഭാവികമായും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചില പ്രമുഖരുടെ പേരുകൾ എടുത്തു പറയുന്നുണ്ട്. ആരൊക്കെയാണ് ആ പ്രമുഖർ എന്നത് ഇപ്പോഴും വലിയ ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. എന്നാൽ അതിന് കൃത്യമായൊരു മറുപടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കുറച്ച് സമയങ്ങൾ മുമ്പായിരുന്നു മാധ്യമങ്ങളെ കണ്ട സംവിധായകൻ വിനയൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, പവർ ഗ്രൂപ്പ് എന്ന ഒരു ഗ്രൂപ്പ് ഈ മാഫിയകൾക്ക് ഇടയിലുണ്ട്. ആ പവർ ഗ്രൂപ്പിൽ സംസ്ഥാന മന്ത്രിയായ ഒരു നടനുണ്ട്. സിനിമ ചെയ്യാൻ അനുവദിക്കുന്നില്ല അദ്ദേഹം. പവർ ഗ്രൂപ്പ് ഇപ്പോഴും എനിക്ക് പിന്നാലെ തന്നെ ഉണ്ട് എന്നാണ് സംവിധായകൻ വിനയൻ പറഞ്ഞത്. സംവിധായകൻ വിനയൻ ഇപ്രകാരം പറയുമ്പോൾ അതിനെ കുറച്ചുകൂടി ബലപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു പ്രസ്താവനയുമായി എത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ എബിൻ വർക്കി. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: 200-ൽ പരം പേജുകളുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 136-ാമത്തെ പേജിൽ 269, 270 പാരഗ്രാഫുകളിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, സിനിമാ മേഖലകളിലുള്ള നിരന്തരമായുള്ള മാനസികവും ശാരീരികവുമായ പീഡനത്തിൻ്റെ പുറത്ത്, ഭീഷണിയുടെ പുറത്ത് ഏതെങ്കിലും ഒരു നടി എന്നാൽ ഇനി സിനിമ വേണ്ട, സീരിയൽ ചെയ്തോ അല്ലെങ്കിൽ TV ഷോകൾ ചെയ്തോ ജീവിക്കാമെന്ന തീരുമാനമെടുത്ത് സീരിയലിൽ അഭിനയിക്കുവാൻ പോയാൽ അവിടെയും സീരിയലുകളുടെ സംഘടനയായ ആത്മാ സംഘടനയും തങ്ങളെ സീരിയൽ ചെയ്യുന്നതിൽ നിന്ന് വിലക്കുകയാണെന്ന് പറയുമ്പോൾ ആരാണ് ആത്മാ സംഘടനയെ നയിക്കുന്നത് എന്ന ചോദ്യം എബിൻ വർക്കി ഉയർത്തുന്നു. അതിനോടൊപ്പം പറയുന്നത് മന്ത്രി KB ഗണേഷ് കുമാറാണ് ആത്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരംഗം. അപ്പോൾ സ്വാഭാവികമായും വിനയൻ പറഞ്ഞതും എബിൻ വർക്കി പറഞ്ഞതും തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാകുന്നത് KB ഗണേഷ് കുമാറിന് ഈ പവർ ഗ്രൂപ്പുമായി അല്ലെങ്കിൽ ഇവിടുത്തെ മാഫിയകളുമായി, സിനിമാ മേഖലയിലെ മാഫിയകളുമായി വലിയ ബന്ധമുണ്ട് എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങളാണ് ഇരുവരും ഉയർത്തുന്നതെന്ന് പറയാം. നമുക്ക് എബിൻ വർക്കിയുടെ ശബ്ദശകലം കേൾക്കാം. ഈ റിപ്പോർട്ടിന്റെ 136-ാമത്തെ പേജിൽ 269, 270 പാരഗ്രാഫിലായി ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് കാര്യം പറയുന്നത്? സിനിമാ മേഖലയിൽ നിന്ന് ഇങ്ങനെ അവസരങ്ങൾ നിഷേധിച്ച്, എന്തിന്റെ പേരിൽ? ഇങ്ങനെ ഇവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ അവസരങ്ങൾ നിഷേധിച്ച് ഇനി അവർ ഏതെങ്കിലും TV ഷോയിലോ സീരിയലിലോ അഭിനയിക്കാമെന്ന് പറഞ്ഞു പോയാൽ അവിടെയും അവസരം നിഷേധിക്കുകയാണ്. ഈ 15 പേരടങ്ങുന്ന മാഫിയ ഗ്രൂപ്പ് കൂടി അവിടെ അവസരങ്ങൾ നിഷേധിക്കുന്നു. അതിന്റെ കാരണമായി പറയുന്നത് ആത്മ എന്ന TV ആർട്ടിസ്റ്റുകളുടെ സംഘടന, ആ സംഘടനയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട നടനാണ് എന്നുള്ളതും ആ നടൻ മുഖേനയാണ് ഈ അവസരങ്ങൾ നിഷേധിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ ഇൻഡയറക്റ്റ് ആയി ഈ റിപ്പോർട്ടിന്റെ 136-ാമത്തെ പേജിൽ 270-ാമത്തെ പോയിന്റിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ആരാണ് ആ പ്രസിഡന്റ്? വിനു. ആ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിലെ മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാർ ആണ് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി ഈ റിപ്പോർട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പേര് KB ഗണേഷ് കുമാർ എന്നുള്ളതാണ്. ഇതിൽ എബിൻ വർക്കി വ്യക്തമായി പറയുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പിന്നിലുള്ള മാഫിയകളിൽ, അതായത് പവർ ഗ്രൂപ്പിൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ മന്ത്രിയായ, ഗതാഗത വകുപ്പ് മന്ത്രിയായ KB ഗണേഷ് കുമാറിന് പങ്കുണ്ടെന്ന് പറയുന്നു. ശരിയോ തെറ്റോ? പക്ഷേ ഈ ആരോപണത്തിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പിന്നീട് തെളിയിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. എന്നിരുന്നാലും രൂക്ഷമായ ഒരു ആരോപണം തന്നെയാണ് KB ഗണേഷ് കുമാറിനെതിരായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എബിൻ വർക്കി ഉയർത്തിയിരിക്കുന്നത്. ഇത് പരിശോധിക്കുമ്പോൾ, ഇത് അന്വേഷിക്കുമ്പോൾ മാത്രമേ ഇതിന് പിന്നിലെ സത്യാവസ്ഥകൾ പുറത്തു വരികയുള്ളൂ. സത്യം അറിയാത്ത പക്ഷം നമുക്ക് മന്ത്രിയെയോ അല്ലെങ്കിൽ ഇതിൽ പറയുന്ന പേരുന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയരായി പറയപ്പെടുന്നവരെ ആരെയും കുറ്റപ്പെടുത്തുവാൻ സാധിക്കില്ല. പക്ഷേ ഇതിന് പിന്നിലെ അന്വേഷണം രൂക്ഷമായി വരേണ്ടതായുണ്ട്. എബിൻ വർക്കി പറഞ്ഞത് ശരിയാണോ എന്ന് തെളിയിക്കപ്പെടേണ്ടതായുണ്ട്.